ഡെമോക്രസിൻ്റെ വാള് പോലെ ഗൾഫ് രാജ്യങ്ങളുടെ മേൽ ഇറാൻ എന്ന വിപത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇസ്രയേലിനും ഒരുപക്ഷെ ആത്യന്തികമായി ഇറാനെ ഫിനിഷ് ചെയ്യാനൊന്നും കഴിയില്ലായിരിക്കാം. പക്ഷേ ഇസ്രയേലിനും നിലനിന്ന് പോകണമെങ്കിൽ ഇറാൻ സൗഹൃദപരമായി നിന്നെങ്കിലേ പറ്റൂ. ഇറാൻ ശത്രുവായി നിന്നാൽ പറ്റില്ല. മുട്ടുനാടുകളെ തമ്മിൽ കൂട്ടി ഇടിപ്പിച്ച് രക്തം നുകരാൻ താല്പര്യപ്പെടുന്ന ചെന്നായുടെ റോളാണ് അമേരിക്കയ്ക്ക്. ഇറാനുമായി തങ്ങൾ നേരിട്ട് ഇടപെട്ടുകൊള്ളാം, നിങ്ങളുടെ സഹായം വേണ്ട എന്നുവരെ ഭാവിയിൽ ഗൾഫ് രാജ്യങ്ങൾ പറയും. ഇസ്രയേൽ പാലസ്തീൻ രാജ്യം അനുവദിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഈ സംഘർഷം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഗൾഫ് അൺസ്റ്റേബിൾ ആയാൽ തൊഴിലവസരങ്ങളില്ലാതെയാവും, കുറയും. വൻതോതിൽ പ്രവാസികൾ കേരളത്തിലേക്ക് വരും. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് അറബ് രാജ്യങ്ങളാണല്ലോ. സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത്. യുദ്ധസമയത്ത് സൗദിയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ, റിയാദിലെ എണ്ണ സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ വാസ്തുവിദ്യ, സാമ്പത്തിക ലൈഫ് ലൈനുകൾ എന്നിവ ഇറാന്റെ പ്രഹര പരിധിക്കുള്ളിലാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. UAE മറ്റൊരു തരത്തിലാണ് ഇതിന് വില നൽകേണ്ടി വന്നത്. ഇറാൻ UAEയുടെ സാമ്പത്തിക വ്യാപാര ഹബ്ബുകളിൽ ആക്രമണം നടത്തി. ഖത്തറിനും വലിയ പരിക്കേറ്റിട്ടുണ്ട്. കുവൈറ്റിനും ബഹ്റിനും എല്ലാം ഇതുപോലെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇനി അറബ് രാജ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ? അമേരിക്കയുടെ സൈനിക താവളങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് എന്തെങ്കിലും കണ്ടീഷൻ വെക്കുമോ? ഏറെ താല്പര്യത്തോടെ ലോകം കാണുന്ന ഒരു വിഷയമാണിത്. അറബ് രാജ്യങ്ങൾ എങ്ങനെയാണ് പോസ്റ്റ് വാർ സിനാരിയോയെ നേരിടുന്നത്? പോസ്റ്റ് വാർ എന്ന് പറയാനൊന്നും ആയിട്ടില്ല, യുദ്ധം കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല. താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് സംജാതമായിരിക്കുന്നത്. പക്ഷേ ഡെമോക്രസിൻ്റെ വാള് പോലെ ഗൾഫ് രാജ്യങ്ങളുടെ മേൽ ഇറാൻ എന്ന വിപത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഇറാൻ ഒരു വിപത്താകുന്നു? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇറാൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന, ഇറാനെ നശിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്ന അമേരിക്കയ്ക്ക് ഗൾഫ് രാജ്യങ്ങൾ താവളം ഒരുക്കുമ്പോൾ സ്വാഭാവികമായി ഇറാന് അമേരിക്കയെ ആക്രമിക്കാനാവുന്നത് ഗൾഫിലെ താവളങ്ങളിലേക്കാണ്. അമേരിക്കയുടെ മെയിൻലാൻഡിലേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്താൻ തക്ക ഒരു വൈദഗ്ധ്യമോ ശേഷിയോ ഇറാൻ ഉണ്ടാവില്ല. പരമാവധി ചെയ്യാനാവുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താവളങ്ങൾ എല്ലാം തന്നെ ഇറാൻ്റെ ഹിറ്റിംഗ് റേഞ്ചിലാണ്. ഇതെല്ലാം തന്നെ GCC മേഖലയിലെ രാജ്യങ്ങളിലാണ്. 19 താവളങ്ങളാണുള്ളത്. അതിൽ തന്നെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ താവളം അൽ ഉദൈദ്, അത് ഖത്തറിലാണ്. നാവിക പടയുടെ ആസ്ഥാനം, 5ാം കപ്പൽ വ്യൂഹം അല്ലേ, 5ാം 5th ഫ്ലീറ്റ്, ഇതിൻ്റെ ആസ്ഥാനം ബഹ്റൈനാണ്, മനാമയാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അതുമാത്രമല്ല UAEയിൽ അമേരിക്കൻ ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. വൻപൻ നിക്ഷേപങ്ങളാണ് അമേരിക്കയ്ക്ക് UAEയിലുള്ളത്. മാത്രമല്ല അമേരിക്കയുടെ ടെക് ജയൻസ് പലതും ഗൾഫ് മേഖലയിൽ വളരെ സജീവമാണ്. മൈക്രോസോഫ്റ്റ് ആവട്ടെ, മെറ്റ ആവട്ടെ, മാത്രമല്ല എല്ലാ ടെക്നോളജി ഭീമന്മാരും വൻതോതിൽ മുതൽ മുടക്കിയിട്ടുള്ള പ്രദേശമാണ് ഗൾഫ്. അതുമാത്രമല്ല ഏറെ അമേരിക്കൻ പൗരന്മാർ വിവിധ ആവശ്യങ്ങൾക്കായി, ഡിഫൻസ് ആവശ്യം മാത്രമല്ല വിവിധ ആവശ്യങ്ങൾക്കായി ഗൾഫ് രാജ്യങ്ങളുണ്ട്. എന്തിന് അമേരിക്കയുടെ ഏതാണ്ട് 45,000-ഓളം ഭടന്മാർ, ട്രൂപ്സ് വിവിധ താവളങ്ങളിലുണ്ട്. അവരെല്ലാം തന്നെ ആ താവളം വിട്ടു പോയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ സുരക്ഷിതമായ ഇടത്തേക്ക് മാറാൻ അമേരിക്ക തന്നെ കൽപ്പിച്ചതാണ്. കാരണം ഈ താവളങ്ങളിലേക്ക് നിരന്തരം ഇറാൻ്റെ ആക്രമണം വരികയാണ്. പലതും പ്രതിരോധിച്ചു, പക്ഷേ പല താവളങ്ങളിലും കാര്യമായ നാശനഷ്ടങ്ങൾ, വിമാനങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. താവളങ്ങളിലുണ്ടായിരുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടതായ വിവരമുണ്ട്. അതിനർത്ഥം ഇനിയും ഇത് ആവർത്തിക്കാം. അതുകൊണ്ട് ഗൾഫ് മേഖലയ്ക്ക് വേണ്ടത് സമാധാനമാണ്. തൽക്കാലത്തേക്കുള്ള സമാധാനമല്ല, സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ്സ് അല്ല, ശാശ്വതമായ സമാധാനമാണ്. ഇറാനും അത് തന്നെയാണ് പറയുന്നത്. നോക്കൂ, ഗൾഫ് രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന അതേ ഭാഷയാണ് പറയുന്നത് ഇറാൻ തങ്ങൾക്ക് വേണ്ടത് താൽക്കാലിക വെടിനിർത്തലല്ല, തങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ സമാധാനമാണ്. തങ്ങൾക്ക് രാജ്യം കെട്ടിപ്പടുക്കാനാവണം, സുരക്ഷിതമായി ജീവിക്കാനാവണം. നിരന്തരം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അറ്റാക്ക്, ആ ഒരു പരിപാടി വേണ്ട. ഇനി കലാപരിപാടി വേണ്ട. ഡീലുണ്ടെങ്കിൽ സമഗ്രമായിരിക്കണം, ശാശ്വതമായിരിക്കണം. ആ ഡീലിൽ, ഇറാൻ ആഗ്രഹിക്കുന്ന ആ ഡീലിൽ ഇസ്രയേൽ തീർച്ചയായും വഴങ്ങേണ്ടി വരും. ഇസ്രയേലിന് ഒരുപക്ഷെ ആത്യന്തികമായി ഇറാനെ ഫിനിഷ് ചെയ്യാനൊന്നും കഴിയില്ലായിരിക്കാം. പക്ഷേ ഇസ്രയേലിനും നിലനിന്ന് പോകണമെങ്കിൽ ഇറാൻ
സൗഹൃദപരമായി നിന്നെങ്കിലേ പറ്റൂ. ഇറാൻ ശത്രുവായി നിന്നാൽ പറ്റില്ല. നിരന്തരം ആക്രമണ ഭീഷണി ഉണ്ടാകും. ആണവ ഭീഷണി മാത്രമല്ല, ഇറാൻ്റെ ആണവ ഭീഷണിയല്ല, സാധാരണ മിസൈലുകൾ പോലും എത്രയോ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേൽ എത്തിയില്ലേ. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ രഹസ്യമായിട്ടും പിന്നീട് പരസ്യമായിട്ടും എടുക്കുന്നൊരു നിലപാടുണ്ട്. അമേരിക്കൻ സേനാ സാന്നിധ്യം കുറച്ചുകൊണ്ടുവരിക. അമേരിക്കൻ സേനകൾ എന്തിനാണ് ഈ രാജ്യങ്ങളിലുള്ളത്? ഇറാനിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ആക്രമണമുണ്ടാകും, അതിനെ പ്രതിരോധിക്കാനാണല്ലോ. അല്ല എങ്കിൽ അമേരിക്കൻ സേനകൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ യാതൊരു പ്രസക്തിയുമില്ലല്ലോ. അതുകൊണ്ട് അടിസ്ഥാന കാരണമായ ഇറാനുമായ ശത്രുത, അല്ലെങ്കിൽ ഇറാൻ ഒരു ഭീഷണിയാകുന്നത്, ഇത് അമേരിക്കയ്ക്ക് വേണ്ടി എന്തിനാണ് തങ്ങൾ ഇറാനോട് മുട്ടം വിട്ട് നിൽക്കുന്നത്? തങ്ങളും ഇറാനും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സൗദി അറേബ്യ ഇറാനും തമ്മിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് ചൈന ഇടപെട്ട് ഒരു പരിധിവരെ ഏതാനും വർഷം മുൻപ് പരിഹരിച്ചതാണ്. അത് വീണ്ടും കുത്തിപ്പൊക്കി ഇതൊരു സിവിലൈസേഷണൽ വാറാണ്, ഷിയ സുന്നി യുദ്ധമാണ് എന്നൊക്കെയുള്ള നറേറ്റീവ് കൊടുത്തുകൊണ്ട് എന്തിനാണ് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇത് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടി ഇടിപ്പിച്ച് രക്തം നുകരാൻ താല്പര്യപ്പെടുന്ന ചെന്നായുടെ റോളാണ് അമേരിക്കയ്ക്ക്. ഗൾഫ് രാജ്യങ്ങളെയും ഇറാനെയും, അത് ഇസ്ലാമിക ലോകത്തെ രണ്ട് വിഭാഗങ്ങളെ കൂട്ടിയിടിപ്പിച്ച് അതിനിടയിൽ നിന്നുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമേരിക്ക. എന്ത് സാമ്പത്തിക നേട്ടമാണ്? 3-4 നേട്ടങ്ങളാണ്. ഒന്ന്, ഈ കൊടുമ്പിരിക്കൊണ്ട ഈ ഒരു സംഘർഷമുണ്ടെങ്കിൽ അമേരിക്കൻ ആയുധങ്ങൾ വൻതോതിൽ ഗൾഫ് രാജ്യങ്ങൾ വാങ്ങും. അങ്ങനെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അങ്ങനെ തഴച്ചു വളരും. അമേരിക്കയിൽ കാര്യമായ മറ്റ് പ്രൊഡക്ഷനൊന്നുമില്ല. ഏറെ പ്രൊഡക്ഷൻ ഉള്ളത് വിമാനങ്ങളുടെ പ്രൊഡക്ഷൻ, ഫൈറ്റർ പ്ലെയിൻസ്, അതുപോലെ യാത്രാ വിമാനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ബോയിങ് പോലെയുള്ള വിമാനങ്ങൾ, അതേപോലെ തന്നെ ആയുധ നിർമ്മാണം. അപ്പോൾ ബാറ്റിൽ ഫീൽഡിൽ ഇതൊക്കെ ഷോക്കേസ് ചെയ്തുകൊണ്ട് ആയുധങ്ങൾ ലോകത്തിന് വിൽക്കുക. അതേപോലെ അടിമുടി ഗൾഫ് രാജ്യങ്ങളെ ആയുധമണിയിക്കുക. ഇതൊക്കെ അവർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ കണ്ടിന്യൂസ് ടെക്നോളജിക്കൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് ആവശ്യമായി വരും. ഈ വിമാനങ്ങൾ പറത്തുന്നത് ഗൾഫ് രാജ്യത്തെ പൈലറ്റുമാരായിരിക്കും, പക്ഷേ അതിന് പിന്നിലൊക്കെയുള്ള ചില ട്രെയിനിങ് ഒക്കെ അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വരും. ആത്യന്തികമായി അങ്ങനെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ, സൈനികമായി, രണ്ട് സാമ്പത്തികമായി. എത്രയോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഓയിൽ എന്നത് തീർച്ചയായും പെട്രോ ഡോളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പെട്രോ ഡോളർ റെജിമൻ എന്ന് പറയുന്നത് ഏതാണ് സൗദി അറേബ്യ അമേരിക്ക തമ്മിലുള്ള ഒരു ധാരണപ്പുറത്ത് 73 മുതൽ തുടങ്ങിയതാണ്. ഒരു ലോക കറൻസിയും ഞങ്ങൾ ഉപയോഗിക്കില്ല. അമേരിക്കൻ ഡോളറിൽ തന്നെ തങ്ങൾ എണ്ണ വിൽക്കും. ക്രൂഡ് ഓയിൽ വിൽപ്പന ഡോളറിൽ മാത്രം, പ്രകൃതിവാതക വിൽപ്പന ഡോളറിൽ മാത്രം. ഇത് എല്ലാ ഗൾഫ് രാജ്യങ്ങളും, ഖത്തറും ഒമാനും UAE-യും സൗദിയും അല്ലേ, ബഹ്റൈനും എല്ലാം, കുവൈത്തും എല്ലാം അംഗീകരിച്ച ഒരു ഫോർമുലയാണ്. ആ ഒരു റെജിമൻ തുടരാൻ സാധ്യതയുണ്ട്, അത് തുടരും. പക്ഷേ അത് വെച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയുമായി വിലപേശാൻ കഴിയും. നിങ്ങൾ എന്തിനാണ് തങ്ങളുടെ ഇടയിൽ താവളങ്ങൾ ഇനിയും തുടരുന്നത്? അത് നിങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ ആവശ്യമല്ല. ഞങ്ങൾക്ക് മിനിമം സപ്പോർട്ട് നൽകാൻ മിനിമം താവളങ്ങൾ മതിയാവും, മിനിമം ആയുധങ്ങൾ മതിയാകും. ഇറാനെ നിരന്തരം പ്രകോപിപ്പിക്കാൻ മാത്രമേ ഈ താവളങ്ങൾ ഉതകൂ. ഇറാനുമായി തങ്ങൾ നേരിട്ട് ഇടപെട്ടുകൊള്ളാം, നിങ്ങളുടെ സഹായം വേണ്ട എന്നുവരെ ഭാവിയിൽ ഗൾഫ് രാജ്യങ്ങൾ പറയും. കാരണം ഇവിടെ ഒരു ഭീഷണി ഉണ്ടാകണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് നിഷ്പക്ഷമായി, പൂർണ്ണമായി പക്ഷം പിടിക്കാതെ ആലോചിച്ച് നോക്കൂ. ഗൾഫിലെ UAE പോലെയുള്ള രാജ്യങ്ങൾക്ക്, അല്ലെ ഖത്തറോ സൗദിയോ പോലെയുള്ള രാജ്യങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല ഇപ്പോൾ ഇസ്രയേലുമായി. അബ്രഹാമിക കരാറുകൾ ഏർപ്പെട്ടുകൊണ്ട് ഒന്നൊന്നായി ഇസ്രയേലുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോവാണ്. ഇസ്രയേൽ ഈ പ്രദേശത്തെ ഒരു രാജ്യത്തിൻ്റെയും ഭൂമിക്ക് മേൽ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഒരു നറേറ്റീവുണ്ട്, ഒരു ലാർജർ ഇസ്രയേൽ. അതങ്ങ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടം മുതൽ കിഴക്ക്, അങ്ങ് പടിഞ്ഞാറ് നൈൽ നദീതടം വരെ ആഫ്രിക്കയിൽ, ഈജിപ്തിൽ, അതുവരെ വിശാലമായ ഭൂമി ഇസ്രയേൽ പിടിച്ചെടുക്കും. ഇതൊക്കെ ഒരു റെറ്ററിക്ക് മാത്രമാണ്, ഇതൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. അങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കോ മറ്റു രീതിയിൽ ഇടപെടാമല്ലോ. അപ്പോൾ അത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പുലി വരുന്നേ ഇപ്പോഴേ വിളിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നിലവിൽ ശത്രുത ഇല്ല. പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാവുന്ന അന്തരീക്ഷമാണ്. പരമ്പരാഗതമായി ശത്രുത ഉണ്ടായിരുന്നു. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പല യുദ്ധങ്ങളിലും ഇസ്രയേലിന് നേരെ പോരാടിയിട്ടുള്ള രാജ്യവുമാണ്. എന്നാൽ ഇറാൻ അങ്ങനെയല്ല. എക്കാലത്തും ഇസ്രയേലിനോടൊപ്പം ചേർന്ന് നിന്ന, എല്ലാ കാലത്തും ഇസ്രയേൽ രൂപീകരണ സമയത്ത് മുതൽ ഇസ്രയേലിനോട് സ്നേഹപൂർവ്വം പെരുമാറിയിരുന്ന ഒരു മുസ്ലിം രാജ്യമാണ് ഇറാൻ. അപ്പോൾ പലസ്തീൻ കോസിന് വേണ്ടി ഒരു ചെറു വിരൽ പോലും ഇറാൻ അന്ന് അനക്കിയിട്ടില്ലെന്ന് ഓർക്കണം. അന്നെന്ന് പറയുമ്പോൾ
40കളിലും 50കളിലും 60കളിലും ഒന്നും തന്നെ ഷായുടെ ഭരണകാലം കഴിയുന്നത് വരെ പാലസ്റ്റീൻ കോസ് എന്നത് ഇറാന്റെ വിഷയമായിരുന്നില്ല. അവർ അറബികളാണ്. അറബി ലോകം, സൗദി ഉൾപ്പെടെയുള്ള അറബി ലോകം നോക്കിക്കൊള്ളും. അങ്ങനെ മാറുന്നത് ഇറാൻ. പെട്ടെന്നൊരു പലസ്തീൻ സ്നേഹം വരികയാണ്. പെട്ടെന്ന് ഈ പറയുന്ന ഹമാസിനെ സഹായിക്കുന്നു, ഹിസ്ബുള്ളയെ വളർത്തിക്കൊണ്ടുവരുന്നു. ഇസ്രയേലിനെ എതിർക്കാൻ അറബ് രാജ്യങ്ങൾ കഴിയില്ല, എന്നാൽ തങ്ങൾക്കത് സാധിക്കും ഉള്ള പ്രധാന കാരണം തങ്ങൾ എതിർക്കുന്ന അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജൂതരാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തങ്ങൾ അത് എടുത്തിരിക്കുന്നു. അപ്പം നറേറ്റീവ് മാറി. അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള വിരോധം മാറി ഇറാനും ഇസ്രായേലും തമ്മിൽ ഉള്ള പോരാട്ടമായി മാറി. മാനസികമായ പോരാട്ടം, ഫിസിക്കൽ പോരാട്ടത്തിലെത്തിയത് 2 വർഷം മുൻപാണ്. അത് ഈ പറയുന്ന 2023 ഒക്ടോബർ 7 മുതൽ സംഭവിച്ചു. അത് ഇറാൻ അതിന് റോളുണ്ട്. തീർച്ചയായും ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഒക്ടോബർ 7, 2023 ഇറാൻ അതറിഞ്ഞിരുന്നു. ഇറാൻ്റെ പ്രേരണയുണ്ട്. ഈ സാഹചര്യം മുഴുവൻ ഉണ്ടായത് ആ ഒരു ടേണിംഗ് പോയിന്റിൽ നിന്നാണ്. ആ ടേണിംഗ് പോയിന്റ് എത്തിയത് ദീർഘകാലത്തെ പലസ്തീൻ ജനതയോടുള്ള സപ്രഷൻ. ഇസ്രായേൽ ഹാസ് ബീൻ ഡിനൈങ് ദ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദ പാലസ്റ്റീനിയൻസ് ഫോർ എ വെരി ലോങ് ടൈം. അത് നിഷേധിക്കാനാവില്ല. ജനതയോടാണ് പറഞ്ഞത്. ഇത് നമ്മൾ പക്ഷം പിടിച്ചുകൊണ്ടല്ല ഇതിനെ കാണേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണെങ്കിൽ പക്ഷം ചേരാതെ നിഷ്പക്ഷമായി അവലോകനം ചെയ്യുക. ഇസ്രായേൽ പാലസ്തീൻ രാജ്യം അനുവദിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഈ സംഘർഷം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇസ്രായേലിനെ പാലസ്തീൻ ജനത അംഗീകരിച്ച്, PLOയോ ഹമാസോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ പാലസ്തീനെ പ്രതിനിധീകരിക്കുന്നത്, ഇസ്രായേലിനെ അംഗീകരിച്ച്, ഇസ്രായേൽ അവരെയും അംഗീകരിച്ച് അവർക്ക് ന്യായമായി അർഹതപ്പെട്ട ഭൂമി ഈ ഓസ്ലോ കരാർ അനുസരിച്ച് ഉള്ള ഒരു ധാരണ പാലിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴത്തെ യുദ്ധം ഉണ്ടാവില്ലായിരുന്നു. അപ്പം ഇറാൻ ഒരു അവസരം കണ്ടു. ഇസ്രായേൽ വിരുദ്ധ ഒരു കോയലീഷൻ കെട്ടിപ്പടുക്കാനുള്ളൊരു അവസരം കണ്ടു. ആ അവസരം പരമാവധി ഉപയോഗിച്ചു. ഈ സാഹചര്യത്തിലായി. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനിൽ നിന്നും ആക്രമണം നേരിടുന്നതിന് ഉള്ള പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. പോയിന്റ് നമ്പർ 1, അമേരിക്കയുടെ ഇടപെടലുകൾ, അമേരിക്കയുടെ സേനാതാവളങ്ങൾ. 2, അമേരിക്ക ഇസ്രായേൽ ബന്ധങ്ങൾ. 3, ഇസ്രായേൽ ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ. അത് അമേരിക്ക ഇടപെട്ട് പരിഹരിക്കാനുള്ള ശ്രമം. ഇതിനോടുള്ള ഒരു നാച്ചുറൽ പ്രതികാരം. സൗദി അറേബ്യ ഇസ്രായേലുമായി അബ്രഹാമിൻ്റെ പേരിൽ കരാറിൽ ഏർപ്പെടും എന്ന ഘട്ടം വന്നപ്പോൾ ഇറാൻ്റെ പ്രേരണയോടുകൂടി ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയെന്ന് പറയുന്നതിലെ ചരിത്രപരമായ സത്യം. അതിന് ഈ രൂപത്തിൽ ടേൺ ഔട്ട് ഉണ്ടായി. ഇപ്പോൾ ഇതാ പറയുന്നു ലെബനനെതിരെ. ലെബനൻ ഇതിനകത്ത് പങ്കാളിയാണ്. ലെബനൻ രാജ്യമല്ല. ലെബനനിലെ ഹിസ്ബുള്ള ഇറാൻ അനുകൂല പക്ഷപാതി വിഭാഗം, ഇസ്രായേൽ വിരുദ്ധ വിഭാഗം. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് എന്താണ്? ഏറ്റവും വൈകി ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് കിട്ടുന്ന ഫ്ലാഷ് ചെയ്യുന്ന ന്യൂസിൽ ഒന്ന്, ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം തുടരും, ഇറാനിലല്ല മറിച്ച് ലെബനനിൽ ഹിസ്ബുള്ളയുടെ പദ്ധതികൾ അട്ടിമറിക്കാൻ ഹിസ്ബുള്ളയെ കയറൂരി വിടില്ല. ലെബനൻ്റെ തെക്കൻ ഭാഗങ്ങൾ 10% ഇസ്രായേൽ കൈവശപ്പെടുത്തി. ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് മാത്രമാണ് ടെറിറ്റോറിയൽ ഗെയിൻ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായി ഇസ്രായേലിൻ്റെ കൈവശം വയ്ക്കാനാവുമെന്ന് കരുതാനാവില്ല. പക്ഷേ ലെബനൻ ചെറിയ രാജ്യമാണ്. ആ ചെറിയ രാജ്യത്തിൻ്റെ തെക്കൻ പ്രദേശത്തുള്ള 10% ഭൂമി ഇസ്രായേൽ ഇതിനിടയിൽ പിടിച്ചെടുത്തു കഴിഞ്ഞു. ലിറ്റാനി നദി വരെയുള്ള ഭാഗം, ഈ ലെബനൻ തെക്കൂടെ ഒഴുകുന്ന കിഴക്കുന്ന് പടിഞ്ഞാറേക്ക് ഒഴുകി മെഡിറ്ററേനിയനിൽ ചേരുന്ന നദിയാണ് ലിറ്റാനി നദി. ആ നദിയുടെ കുറുകെയുള്ള പാലങ്ങൾ മിക്കതും നശിപ്പിച്ചു. ഇസ്രായേലി ബോംബിങ്ങിൽ നശിച്ചു. അതിനർത്ഥം ആ പാലം കടന്നുകൊണ്ട് ഹിസ്ബുള്ള ഗഡലകൾക്ക് തെക്കൻ ലെബനനിലേക്ക് വന്ന് അവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇനി കഴിയില്ല. അതുമാത്രമല്ല, ആത്യന്തികമായി ഹിസ്ബുള്ള ഭീഷണി ഒഴിവാക്കാൻ തങ്ങൾ യുദ്ധം ലെബനനിൽ തുടരുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഒരു ശാശ്വതമായ പരിഹാരമാണ്, വെസ്റ്റ് ഏഷ്യയിൽ ശാശ്വതമായ പരിഹാരമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇത് നിർത്തേണ്ട ആവശ്യമുണ്ട്. നിരന്തരം ഇങ്ങനെ നടക്കുന്ന പ്രസ്താവനകൾ സമാധാന ചർച്ചയുടെ ഒരു അന്തസത്തെ അട്ടിമറിക്കും. ലെബനൻ അറബ് രാജ്യമാണെന്ന് ഓർക്കണം. GCC രാജ്യമല്ല, പക്ഷേ ലെബനൻ അറബ് രാജ്യമാണ്. അപ്പോൾ അറബ് മേഖലയിലെ രാജ്യങ്ങൾക്ക് ലെബനനോട് സംസാരിക്കാൻ കഴിയണം, അമേരിക്കയോട് സംസാരിക്കാൻ കഴിയണം, അമേരിക്കയിലൂടെ ഇസ്രായേലിനെ കൺവിൻസ് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഡയമെൻഷനിൽ നിന്ന് നോക്കേണ്ട വിഷയമാണ് ഇത്. അതുകൊണ്ട് GCC രാജ്യങ്ങൾ, എന്തുകൊണ്ട് നമ്മൾ GCCയെക്കുറിച്ച് ഏറെ വ്യാകുലപ്പെടുന്നു? കാരണം ഇറാനിലല്ല, ഇസ്രായേലിലല്ല, ലെബനനിലല്ല നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ മലയാളികളായ നമ്മുടെ എല്ലാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും എൻ്റെയും ഒക്കെ എത്രയോ ബന്ധുമിത്രാദികൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അതാണ് GCC.
ഈ രാജ്യങ്ങളിൽ സമാധാനമുണ്ടാവണം, അവിടെ സമ്പത്ത് ജനറേറ്റ് ചെയ്യപ്പെടണം, ജോലി അവസരങ്ങൾ ഉണ്ടാകണം, സ്വച്ഛന്തമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. അവിടെ വെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിനൊരു ഷെയർ ശമ്പള രൂപത്തിൽ നമുക്ക് ലഭിക്കൂ. ആ ഒരു വെൽത്തിൻ്റെ ഒരു ഭാഗം കേരളത്തിലേക്ക് വരികയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിൻ്റെ ഉൾപ്പെടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ കഴിയുകയും ചെയ്യുന്നില്ലേ? ഇവിടെ ഗൾഫ് അൺസ്റ്റേബിളായാൽ തൊഴിലവസരങ്ങളില്ലാതെയാവും, കുറയും. വൻതോതിൽ പ്രവാസികൾ കേരളത്തിലേക്ക് വരും. 1 കോടിയോളം ആളുകളാണ് ഇന്ത്യൻ വംശജരുള്ളവിടെ. അവരിൽ ഒരു പകുതി പേരെങ്കിലും തിരിച്ചു വന്നാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താവും? കേരളത്തിൽ 35 ലക്ഷം മലയാളികൾ ഗൾഫിലുണ്ട്. അതിനർത്ഥം എന്താ? 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിൻ്റെ 10% ഗൾഫിലാണ്, അല്ലെങ്കിൽ ഗൾഫ് വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് നേരിട്ട്. ആ ഒരു ജനതയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല കൂടെ കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ മേൽ വന്നാൽ, ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ്, ഇപ്പോൾ ഫലം പറയും. അടുത്ത മാസം 4-ാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകും. ആ ഗവൺമെൻറ്റിന് മേൽ ഏറ്റവും വലിയ സമ്മർദ്ദമായി വരുന്നത് ഗൾഫിൽ നിന്നും ആളുകൾ തിരിച്ചു വരാൻ ഇടയായാൽ നമുക്കത് ആലോചിക്കുക പോലും ചെയ്യാനാവില്ല. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ വളരെ സമാധാനത്തോടെ, ശാശ്വതമായ സമാധാനം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം കൂടിയാണ്, കേരളത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം അത്ര ഗൗരവത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നത്.